Dear students, welcome back to our Arabic online class. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ അധ്യായമായ ഖൈറുള്ള എന്ന കവിതയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ കവിത എഴുതിയ NK അഹമ്മദ് മൗലവിയെക്കുറിച്ച് വിശദമായി പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും ബയോഗ്രഫിയും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ കവിതയിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഖൈറുള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഖൈർ എന്ന പദത്തിൻ്റെ അർത്ഥം നന്മ, അനുഗ്രഹം, ഗുണം എന്നൊക്കെയാണ്. ഖൈറുള്ള എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൽ നിന്നുള്ള ഗുണം എന്നൊക്കെയാണ് ഖൈറുള്ള എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇവിടെ ഖൈറുള്ള എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. കാരണം പണ്ട് അറബികൾ കേരളത്തെ ഖൈറുള്ള എന്ന പേരിലായിരുന്നു വിളിച്ചിരുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കച്ചവടാവശ്യാർത്ഥം കടന്നു വന്നപ്പോൾ ഇവിടുത്തെ സമ്പൽ സമൃദ്ധിയും ഇവിടുത്തെ നല്ല കാലാവസ്ഥയും ഒക്കെ അവർക്ക് നന്നായി ബോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന നാട്, ദൈവത്തിൻ്റെ നന്മകൾ ഇറങ്ങുന്ന നാട് എന്ന അർത്ഥത്തിൽ അവർ കേരളത്തെ ഖൈറുള്ള എന്ന പേരിൽ വിളിച്ചിരുന്നു. മാത്രവുമല്ല, അറബികൾ കേരളത്തെ വിളിച്ച ഖൈറുള്ള എന്ന ഈ നാമം ലോപിച്ചുകൊണ്ടാണ് പിന്നീട് കേരള എന്ന വാക്യമുണ്ടായത് എന്നൊരഭിപ്രായം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഖൈറുള്ള എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. ഇനി നമുക്ക് ആ കവിത ഒന്ന് നോക്കാം. ലില്ലാഹി ദർറുക്കി അൻതി ഊതീതിൽ ഉലാ ഫലഖദ് ജമുൽതി തബിഅതൻ യാ കൈറള കം ഫീകി മിൻ ജബലിൻ വകം ഹിസ്നിൻ വകം മിൻ ഗാബത്തിൻ ഹയ്യ മിൻ മനാളിറ അജ്മല വഹദീഖത്തിൻ ബസ്സാമത്തിൻ അസ്ഹാറുഹാ തസ്തഖ്ബിലു സുവാറ മാ ബിശ്രിൻ ഹല. ലില്ലാഹി ദർറുക്കി. ലില്ലാഹി ദർറുക്കി എന്നുള്ളത് അറബിയിലെ ഒരു പദപ്രയോഗമാണ്. സാധാരണ ഒരാളെ പ്രകീർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളിൽ ആശ്ചര്യകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അയാളെ അഭിസംബോധനം ചെയ്തുകൊണ്ടോ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ലില്ലാഹി ദർറുക്കി എന്നുള്ളത്. നിന്റെ അനുഗ്രഹമേ, നിന്റെ ഭാഗ്യമേ, നിന്നിൽ മറഞ്ഞു കിടക്കുന്ന നന്മയെ എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലില്ലാഹി ദർറുക്കി, എത്ര വലിയ ഭാഗ്യമാണ് നിന്നിൽ മറഞ്ഞു കിടക്കുന്നത്. അൻതി, നീ. നീ എന്നതുകൊണ്ട് ഇവിടെ അഭിസംബോധനം ചെയ്യപ്പെടുന്നത് കേരളമാണ്. കാരണം കേരളത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ കവി ഇവിടെ കവിത എഴുതുന്നത്. അപ്പോൾ അൻതി, നീ അഥവാ കേരളം. ഊതീതി, നീ നൽകപ്പെട്ടിരിക്കുന്നു. അൽ ഉല, മഹത്വങ്ങൾ. ഫലഖദ് ജമുൽതി, തീർച്ചയായും നീ മനോഹരിയായിരിക്കുന്നു. തുബിയാത്തൻ, പ്രകൃതിയാൽ. യാ കേരള, ഓ കേരളമേ. അപ്പോൾ കവി കേരളത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് തൻ്റെ കവിത തുടങ്ങുകയാണ്. ലില്ലാഹി ദർറുക്കി അൻതി ഊതീതിൽ ഉല ഫലഖദ് ജമുൽതി തബിഅതൻ യാ കൈറള. ഓ കേരളമേ, നിന്റെ പ്രകൃതി എത്ര മനോഹരിതമായിരിക്കുന്നു. നിനക്ക് എത്രയെത്ര മഹത്വങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. നിന്റെ ഭാഗ്യം തന്നെ എന്നാണ് ഒന്നാമത്തെ വരി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ വരി. കം ഫീകി മിൻ ജബലിൻ വകം ഹിസ്നിൻ വകം മിൻ ഗാബത്തിൻ ഹിയ മിൻ മനാളിറ അജ്മല. കം ഫീകി മിൻ ജബലിൻ. കം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എത്ര അഥവാ ഹൗ മെനി, ഹൗ മച്ച് എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ കം എന്നുള്ള പദം കൊണ്ടുവന്നത് ധാരാളം, ഒരുപാട് എന്ന അർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ജബൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർവ്വതം എന്നാണ്. അപ്പോൾ കം ഫീകി മിൻ ജബലിൻ, നിന്നിൽ എത്രയെത്ര പർവ്വതങ്ങളാണുള്ളത്. വകം ഹിസ്നിൻ, എത്രയെത്ര കോട്ടകളാണുള്ളത്. വകം മിൻ ഗാബത്തിൻ, എത്രയെത്ര കാടുകളുമാണ് നിന്നിലുള്ളത്. ഹിയ, ഇവയൊക്കെ മിൻ മനാളിർ അജ്മല, മനോഹരമായ കാഴ്ചകളിൽപ്പെട്ടതാകുന്നു. അപ്പോൾ കേരളമേ, നിന്റെ ഭൂമികയിൽ എത്രയെത്ര മനോഹരമായ പർവ്വതങ്ങളും കോട്ടകളും കാടുകളുമാണ് ഉള്ളത് എന്നാണ് കവി ഈ വരിയിലൂടെ ചോദിക്കുന്നത്. ഇനി ഫഹദീഖത്തിൻ, എത്രയെത്ര തോട്ടങ്ങളാണ് നിന്റെ ഭൂമികയിലുള്ളത്. എങ്ങനെയുള്ള തോട്ടങ്ങളാണ്. ബസ്സാമത്തിൻ അസ്ഹാറുഹ,
അതിലുള്ള പുഷ്പങ്ങൾ പുഞ്ചിരിക്കുന്നതാകുന്നു. ബസ്സാമത്ത് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്നത്, അസ്ഹാർ എന്ന് പറഞ്ഞാൽ സഹറുൻ ജമ്മ് അസ്ഹാർ അഥവാ പുഷ്പങ്ങൾ. അപ്പോൾ ഹദീക്കത്തിൻ, എത്രയെത്ര പൂന്തോട്ടങ്ങളാകുന്നു നിന്റെ ഭൂമികയിലുള്ളത്. എങ്ങനെയുള്ള പൂന്തോട്ടങ്ങളാണ് അവ? ബസ്സാമത്തിൻ അസ്ഹാറുഹ, അതിലുള്ള പുഷ്പങ്ങൾ, അതിലുള്ള പൂക്കൾ പുഞ്ചിരിക്കുന്നതാകുന്നു. എന്നിട്ട് തസ്തഖ്ബിലു, ആ പൂക്കൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ പൂന്തോട്ടം സ്വീകരിക്കുന്നു, അസുവാറ, സന്ദർശകരെ, മാ ബിഷിരിൻ, സന്തോഷത്തോടു കൂടെ, അല, മധുരിതമായ. അപ്പോൾ മൂന്നാമത്തെ വരി കൊണ്ട് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് പുഞ്ചിരിക്കുന്ന പൂക്കളുള്ള എത്രയെത്ര പൂന്തോട്ടങ്ങളാണ് കേരളമേ നിന്റെ ഭൂമികയിലുള്ളത്. അവയെല്ലാം സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കേരളത്തിലെ സന്ദർശകരെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ 3 വരികളുടെയും ആശയവും അതിൻ്റെ അർത്ഥവുമൊക്കെ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ അറബിയിലുള്ള വിശദീകരണത്തിലേക്ക് പോകാം. ഈ ഭാഗം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. കാരണം പരീക്ഷയ്ക്ക് നിങ്ങളോട് ഈ കവിതയിൽ നിന്നും ഏതെങ്കിലും ചില വരികൾ നൽകിയിട്ട് അതിൻ്റെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടേക്കാം. ആ സമയത്ത് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വിശദീകരണമാണ് അതിന് ഉത്തരമായി നൽകേണ്ടത്. യുഹാത്തിബു ഷായിറു, കവി അഭിസംബോധനം ചെയ്യുന്നു, വതനഹു കൈരള, അദ്ദേഹത്തിൻ്റെ നാടായ കേരളത്തെ. എങ്ങനെയുള്ള കേരളമാണ്? അൽ ജമീല, വളരെ മനോഹരമായിട്ടുള്ള ഈ കേരളം. വയഖൂലു ലഹ, എന്നിട്ട് അദ്ദേഹം കേരളത്തോടായി പറയുകയും ചെയ്യുന്നു, അൻതി, നീ, റാത്തി ഹല്ലിൻ വാഫിരിൻ, ഒരുപാട് ഭാഗ്യം സിദ്ധിച്ചവളാണ്, ഒരുപാട് ഭാഗ്യം ലഭിച്ചവളാണ്. ബിഹാദിഹി തൊബിയാത്തിൽ ബദിയ, ഈ മനോഹരമായിട്ടുള്ള പ്രകൃതി കാരണത്താൽ നീ ഒരുപാട് ഭാഗ്യം സിദ്ധിച്ചവളാണ്. ഇതാണ് ഒന്നാമത്തെ വരിയുടെ വിശദീകരണം. ഇനി വഫീക്കി, നിന്നിലുണ്ട്, ജിബാലുൻ, ഒരുപാട് പർവ്വതങ്ങൾ, അഥവാ നിന്റെ ഭൂമികയിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട്. വഹ്സൂനൻ, ഒരുപാട് കോട്ടകളുമുണ്ട്. വവാബാത്തുൻ കസീഫത്തുൻ, തിങ്ങി നിറഞ്ഞ ഒരുപാട് കാടുകളുമുണ്ട്. വകുല്ലു ഹാദ, ഇവയെല്ലാം, അഥവാ ഈ പർവ്വതങ്ങളും ഈ കോട്ടകളും ഈ കാടുകളുമെല്ലാം, ഖദ് ജഅലക്കി, നിന്നെ ആക്കിയിരിക്കുന്നു, ജമീലത്തൻ, മനോഹരിയാക്കിയിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ വരിയുടെ വിശദീകരണം. ഇനി മൂന്നാമത്തെ വരിയുടെ വിശദീകരണം നോക്കാം. വഹാദിൽ ഹദായഖു, ഈ പൂന്തോട്ടങ്ങളും, വഅസ്ഹാറുഹ, അതിലെ പൂക്കളും. ഹദീഖത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഹദായഖ് എന്നുള്ളത്, അഥവാ പൂന്തോട്ടങ്ങൾ. സഹറത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അസ്ഹാർ എന്നുള്ളത്, അഥവാ പൂക്കൾ. അപ്പോൾ വഹാദിൽ ഹദായഖു, ഈ പൂന്തോട്ടങ്ങളും, വഅസ്ഹാറുഹ, അതിലെ പൂക്കളും, തബ്തസിമു, അവ പുഞ്ചിരിക്കുന്നു, കുല്ലൽ ഇബ്തിസാമ, നന്നായി പുഞ്ചിരിക്കുന്നു, വതസ്തഖ്ബിലു, അവ സ്വീകരിക്കുകയും ചെയ്യുന്നു, കുല്ലൽ ഇസ്തിഖ്ബാലി, നന്നായി സ്വീകരിക്കുകയും ചെയ്യുന്നു. ആരെ? മൻ യസൂറുഹ, അവിടം സന്ദർശിക്കുന്ന ആളുകളെ. എങ്ങനെയാണ് അവ സ്വീകരിക്കുന്നത്? മാ ഫറഹിൻ വസുറൂരിൻ, വളരെ സന്തോഷത്തോടു കൂടെ. അപ്പോൾ ഫയക്കൂനു സുവാറു, അപ്പോൾ അവിടെ സന്ദർശിക്കുന്ന സന്ദർശകർ ആകുന്നു. സായിർ എന്നതിൻ്റെ ബഹുവചനമാണ് സുവാർ, അഥവാ സന്ദർശകർ. അപ്പോൾ സന്ദർശകർ ആയി മാറുന്നു. മുൻഷരിഹീന, റിലാക്സ്ഡ് ആയി മാറുന്നു, സന്തോഷവാന്മാർ ആയി മാറുന്നു. ബിഹാദിഹിൽ മനാദിരിൽ ജമീല, ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് അവർ സന്തോഷവാന്മാരായി മാറുകയും ചെയ്യുന്നു. ഇതാണ് മൂന്നാമത്തെ വരിയുടെ വിശദീകരണം. ഇപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ 3 വരികളുടെയും വിശദീകരണം മനസ്സിലാക്കി. ഇനി നമുക്ക് തൊട്ടടുത്ത വരികളിലേക്ക് പോകാം. ഫീക്കി സുറൂഉ കഅന്നമാ ഹിയ കിസ്വത്തുൻ മിൻ സുന്ദുസിൻ ഖുളിരിൻ കുസീതി തജമ്മുല. ഫീക്കി, നിന്നിലുണ്ട്, അഥവാ കേരളമേ നിന്റെ ഭൂമികയിലുണ്ട്, അസുറൂ, ഒരുപാട് കൃഷികളുണ്ട്. എന്താണ് ആ കൃഷികളുടെ പ്രത്യേകത? കഅന്നമാ ഹിയ, ആ കൃഷികൾ ആയതുപോലെയുണ്ട്, കിസ്വത്തുൻ, ഒരു ഉടുപ്പ് ആയതുപോലെയുണ്ട്, ഒരു വസ്ത്രം ആയതുപോലെയുണ്ട്. മിൻ സുന്ദുസിൻ, പട്ടിനാൽ നിർമ്മിതമായിട്ടുള്ള, ഖുളിരിൻ, പച്ച നിറത്തിലുള്ള പട്ടിനാൽ നിർമ്മിതമായ ഒരു വസ്ത്രമായതുപോലെയുണ്ട്. കുസീത്തി, ആ വസ്ത്രം നീ അണിയിക്കപ്പെട്ടിരിക്കുന്നു, തജമ്മുലൻ, അലങ്കാരമായിട്ട്. അപ്പോൾ കേരളമേ നിന്റെ ഭൂമികയിൽ ഒരുപാട് ഹരിതാപകരമായ കൃഷിയിടങ്ങളുണ്ട്. ഈ കൃഷിയിടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്
പച്ച നിറത്തിലുള്ള ഒരു പട്ടുവസ്ത്രം നിന്നിൽ അണിയിക്കപ്പെട്ടതുപോലെയാണ് എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. പിന്നെ സുറൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൃഷികൾ എന്നാണ്. സർ എന്നതിൻ്റെ ബഹുവചനമാണ് സുറൂ എന്നുള്ളത്. കിസ്വത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സുന്ദുസ് എന്ന് പറഞ്ഞാൽ പട്ട്, ഹുദുർ എന്ന് പറഞ്ഞാൽ പച്ച നിറം. അപ്പോൾ സുന്ദുസിൻ ഹുദുർ എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള പട്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുസീത്തി എന്ന് പറഞ്ഞാൽ നീ അണിയിക്കപ്പെട്ടിരിക്കുന്നു, നീ ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തജമ്മുൽ എന്ന് പറഞ്ഞാൽ അലങ്കാരം, ഭംഗി എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കേരളമേ നിന്റെ ഭൂമികയിൽ ഒരുപാട് കൃഷികളുണ്ട്. ആ കൃഷികളെ കാണുമ്പോൾ നിന്നിൽ പച്ച നിറത്തിലുള്ള ഒരു പട്ടുവസ്ത്രം അണിയിക്കപ്പെട്ടതുപോലെയാണ് തോന്നുന്നത് എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. ഇനി കമ്മിൻ ജിനാനിൻ, എത്രയെത്ര തോട്ടങ്ങളാണ് ഫീക്കി കേരളമേ നിന്നിലുള്ളത്. ജന്നത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ജിനാൻ എന്നുള്ളത്, അഥവാ തോട്ടങ്ങൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കമ്മിൻ ജിനാനിൻ, എത്രയെത്ര തോട്ടങ്ങളാണ് ഫീക്കി കേരളമേ നിന്റെ ഭൂമികയിലുള്ളത്. തൂത്തി, അവ നൽകുന്നു, ഉക്കുലഹ, അതിലെ കായ്ക്കനികളെ. ഉക്കുലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കായ്ക്കനികൾ, ഫലങ്ങൾ എന്നൊക്കെയാണ്. അപ്പോൾ ഫലങ്ങൾ നൽകുന്ന, കായ്ക്കനികൾ നൽകുന്ന എത്രയെത്ര തോട്ടങ്ങളാണ് കേരളമേ നിന്റെ ഭൂമികയിലുള്ളത്. മിൻ തഹ്തിഹ, ആ തോട്ടങ്ങളുടെ തായ് ഭാഗത്തുകൂടി അൽ അൻഹാറു, പുഴകൾ. നെഹ്ർ എന്നതിൻ്റെ ബഹുവചനമാണ് അൻഹാർ എന്നുള്ളത്, അഥവാ പുഴകൾ. അപ്പോൾ മിൻ തഹ്തിഹ, ആ തോട്ടങ്ങളുടെ തായ് ഭാഗത്തുകൂടെ അൽ അൻഹാറു, പുഴകൾ, തെജിരി, ഒഴുകുന്നു, സൽസല, ധാരധാരയായി. തെജിരി എന്ന വാക്കിൻ്റെ അർത്ഥം സഞ്ചരിക്കുന്നു, ഒഴുകുന്നു എന്നൊക്കെയാണ്. സൽസല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരധാരയായി എന്നാണ്. അപ്പോൾ കവി ഈ വരിയിലൂടെ പറയുന്നത്, കേരളമേ നിന്റെ ഭൂമികയിൽ കായ്ക്കനികൾ നൽകുന്ന എത്രയെത്ര തോട്ടങ്ങളാണുള്ളത്. ആ തോട്ടങ്ങളുടെ തായ് ഭാഗത്തുകൂടെ ഒരുപാട് അരുവികളും നദികളുമൊക്കെ ധാരധാരയായി ഒഴുകുന്നുണ്ട് എന്നാണ്. ഇനി നെക്സ്റ്റ് ലൈൻ, നെഷ്താക്കു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, മാക്കി, നിന്റെ വെള്ളം, അഥവാ ഇവിടെയുള്ള കിണറുകളിലും പുഴകളിലുമൊക്കെയുള്ള വെള്ളം കുടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫഹുവ, കാരണം ആ വെള്ളം എന്നുള്ളത് അഹ്ല മഷ്റബ, ഏറ്റവും മധുരമുള്ള പാനീയമാകുന്നു. വജനാക്കി, നിന്നിലുള്ള കായ്ക്കനികളെ. നഹ്വ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫഹുവ, കാരണം ആ കായ്ക്കനികൾ എന്നുള്ളത് അഹ്ല മഹ്കല, ഏറ്റവും രുചികരമായ ഭക്ഷണമാകുന്നു. അതുകൊണ്ട് തന്നെ അവ ഭക്ഷിക്കാനും ഇവിടെയുള്ള വെള്ളം കുടിക്കാനും ഞങ്ങൾ ഏറെ താല്പര്യപ്പെടുന്നു കേരളമേ എന്നാണ് കവി ഈ വരിയിലൂടെ പറയുന്നത്. പിന്നെ അഹ്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ രുചിയുള്ളത്, മധുരമുള്ളത് എന്നൊക്കെയാണ്. നെഷ്താഖു, നഹ്വ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ കേരളമേ, ഇവിടെയുള്ള പുഴകളിലും തോടുകളിലും കിണറുകളിലുമൊക്കെയുള്ള വെള്ളം കുടിക്കാനും ഇവിടുത്തെ തോട്ടങ്ങളിലുള്ള കായ്ക്കനികൾ ഭക്ഷിക്കാനും ഞങ്ങൾ ഏറെ താല്പര്യപ്പെടുന്നു, ഏറെ ആഗ്രഹിക്കുന്നു എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻ, വലക്കം ലിറാജി മുസ്തറാഹിൻ ഫീക്കിമിൻ ലില്ലിൻ ലലീലിൻ ഹബ്ബദ മുതല്ലലില. ഇവിടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ, സെൻറ്റൻസിൻ്റെ ഘടനയിൽ ചില മാറ്റങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പറയേണ്ടിയിരുന്നത് വലക്കം ഫീക്കിമിൻ ലില്ലിൻ ലലീലിൻ ലിറാജി മുസ്തറാഹിൻ ഹബ്ബദ മുതല്ലലില എന്നായിരുന്നു. മറിച്ച് ഇവിടെ പറഞ്ഞത് വലക്കം ലിറാജി മുസ്തറാഹിൻ ഫീക്കിമിൻ ലില്ലിൻ ലലീലിൻ ഹബ്ബദ മുതല്ലലില എന്നാണ്. ഇങ്ങനെ കവിതകളിൽ സെൻറ്റൻസുകളുടെ സ്ട്രക്ചറും ഘടനയുമൊക്കെ മാറ്റം വരുത്താറുണ്ട്. അത് കവിതയുടെ ഒഴുക്കും അതുപോലെ തന്നെ കവിതയുടെ റൈമിങ്ങും നിലനിർത്താൻ വേണ്ടിയാണ്. ഏതായാലും നമുക്ക് ഈ വരിയുടെ അർത്ഥം നോക്കാം. വലക്കം ലിറാജി മുസ്തറാഹിൻ, മുസ്തറാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്രമ കേന്ദ്രം, വിശ്രമസ്ഥലം എന്നൊക്കെയാണ്. റാജിൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നവൻ, പ്രതീക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ റാജി മുസ്തറാഹിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശ്രമ കേന്ദ്രത്തെ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ വിശ്രമ സ്ഥലത്തെ പ്രതീക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ്.
അപ്പോൾ വലക്കം ലി റാജി മുസ്തറാഹിൻ, വിശ്രമസ്ഥലത്തെ ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക്, ഫീക്കി നിന്നിലുണ്ട്, മിൻ ലില്ലിൻ ദലീലിൻ, എത്രയെത്ര തണലുകളാണ് നിന്നിലുള്ളത്, ഹബ്ബദ മുതല്ലലില, ആ തണലുകൾ വളരെ മനോഹരമായിരിക്കുന്നു, വളരെ നല്ലതായിരിക്കുന്നു. അപ്പോൾ വിശ്രമം ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക് എത്രയെത്ര തണലേകുന്ന വിശ്രമ കേന്ദ്രങ്ങളാണ് കേരളമേ നിൻ്റെ ഭൂമികയിലുള്ളത്, ആ തണലുകളൊക്കെ എത്ര മനോഹരമായതാകുന്നു, എത്ര നല്ലതാകുന്നു എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. ഇനി നമുക്ക് ഈ വരികളുടെ അറബിയിലുള്ള വിശദീകരണത്തിലേക്ക് പോകാം. അൻതി, കേരളമേ നീ, ജമീലത്തുൻ ജിദ്ദൻ, വളരെ മനോഹരിയായിരിക്കുന്നു, ബിഹാദിഹിൽ മസാരിൽ ഖദിറ, ഈ പച്ച പിടിച്ച ഹരിതാപമായ കൃഷിയിടങ്ങളെക്കൊണ്ട് നീ വളരെ മനോഹരിയായിരിക്കുന്നു. ഏതുപോലെ കസിയാബിൻ മിൻ സുന്ദുസിൻ, പട്ടിനാൽ നിർമ്മിതമായ വസ്ത്രങ്ങളെപ്പോലെ നീ ഈ പച്ച പിടിച്ച ഹരിതാപമായ കൃഷിയിടങ്ങളെക്കൊണ്ട് മനോഹരിയായിരിക്കുന്നു. ഇതാണ് 4ാമത്തെ വരിയുടെ വിശദീകരണം. ഇനി വഫീക്കി ഐലൻ, കേരളമേ നിന്നിലുണ്ട് അഥവാ നിന്റെ ഭൂമിയിലുണ്ട്, ജന്നാത്തു നായിമിൻ, അനുഗ്രഹത്തിൻ്റെ ഒരുപാട് തോട്ടങ്ങൾ, തെജിരിൽ അൻഹാറു, പുഴകൾ ഒഴുകുന്നു, അലാ വാദീഹ, ആ തോട്ടത്തിലെ തായ്വാരങ്ങളിലൂടെ, വഫീഹ, ആ തോട്ടങ്ങളിലുണ്ട്, മഅ്കൂലാത്തുൻ മുതനവ്വിഅ, വൈവിധ്യമാർന്ന വ്യത്യസ്തമായ ഭക്ഷ്യവസ്തുക്കൾ. മഅ്കൂലാത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ, മുതനവ്വിഅ എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന വ്യത്യസ്തമായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വ്യത്യസ്തമായ ഭക്ഷ്യവസ്തുക്കളുള്ള തായ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന ഒരുപാട് തോട്ടങ്ങൾ കേരളമേ നിൻ്റെ ഭൂമിയിലുണ്ട്. ഇതാണ് 5ാമത്തെ വരിയുടെ വിശദീകരണം. ഇനി നെക്സ്റ്റ് ലൈൻ, നഹ്നു, ഞങ്ങൾ അഥവാ അഹ്ല കേരള, ഞങ്ങൾ കേരളക്കാർ, നഷ്താഖു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ കൊതിക്കുന്നു, ഇലാ മാഇൻ തൊഹൂരിൻ, ശുദ്ധമായ വെള്ളത്തിലേക്ക്, മിൻ മവാരിദി കിസ്വാഫിയ, തെളിമയാർന്ന നിന്നുടെ സ്രോതസ്സുകളിൽ നിന്നുള്ള ശുദ്ധമായ വെള്ളം ഞങ്ങൾ കൊതിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വനുഹിബ്ബു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അന്നഅ്കുല, ഞങ്ങൾ ഭക്ഷിക്കാൻ, ഞങ്ങൾ തിന്നാൻ, മിൻ ജന്നാതിക, നിന്നുടെ തോട്ടത്തിൽ നിന്ന്, മുൻതജാതിഹ അല്ലദീദ അസ്സായിഹ, വളരെ രുചികരമായിട്ടുള്ള ആ തോട്ടത്തിലെ പ്രൊഡക്റ്റുകൾ, അതിലെ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് 6ാമത്തെ വരിയുടെ വിശദീകരണം. പിന്നെ ഇവിടെയുള്ള മവാരിദ് എന്ന വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്രോതസ്സുകൾ എന്നാണ്. മൗരിദ് എന്ന വാക്യത്തിൻ്റെ ബഹുവചനമാണ് മവാരിദ് എന്നുള്ളത്. അസ്വാഫിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെളിയുള്ള, തെളിമയാർന്ന എന്നൊക്കെയാണ്. മുൻതജാത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെയാണ്. അൽ ലദീദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രുചികരമായ, സ്വാദിഷ്ടമായ എന്നൊക്കെയാണ്. അപ്പോൾ ഇതാണ് 6ാമത്തെ വരിയുടെ വിശദീകരണം. ഇനിയുള്ളത് അടുത്ത വരിയുടെ വിശദീകരണമാണ്. വഫീക്കി, കേരളമേ നിന്നിലുണ്ട്, ലില്ലുൻ മുരീഹുൻ, ആശ്വാസമേകുന്ന ഒരുപാട് തണലുകൾ. മുരീഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആശ്വാസമേകുന്ന എന്നാണ്. ലില്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തണലുകൾ എന്നാണ്. അപ്പോൾ വഫീക്കി, കേരളമേ നിന്നിലുണ്ട്, ലില്ലുൻ മുരീഹുൻ, ആശ്വാസമേകുന്ന ഒരുപാട് തണലുകൾ, ലിമൻ യുരീദു റാഹത്ത മിൻകി, നിന്നിൽ നിന്ന് ആശ്വാസത്തെ ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആശ്വാസമേകുന്ന ഒരുപാട് തണലുകൾ കേരളമേ നിന്നിലുണ്ട്. ഇതാണ് 7ാമത്തെ വരിയുടെ വിശദീകരണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 4 വരികളുടെയും വിശദീകരണം മനസ്സിലാക്കി. ഇനി നമുക്ക് കവിതയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. കമസ്ജിദിൻ വ കനീസത്തിൻ ഖദ് ആനഖ യാ ഖൈറൽ ഹസ്നാഉ ഫീകിൽ ഹൈക്കല. കം മസ്ജിദിൻ, എത്രയെത്ര പള്ളികളാണ്, വ കനീസത്തിൻ, എത്രയെത്ര ചർച്ചുകളാണ്, ഖദ് ആനഖ, ആലിംഗനം ചെയ്ത് നിൽക്കുന്നത്, യാ ഖൈറൽ ഹസ്നാഉ, ഓ ഭംഗിയുള്ള കേരളമേ, ഫീക്കി, നിന്നിൽ, അൽ ഹൈക്കല, അമ്പലങ്ങളെ.
കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ സൂചിപ്പിച്ചുകൊണ്ട് കവി പറയുകയാണ്, കേരളമേ നിൻ്റെ മണ്ണിൽ എത്രയെത്ര പള്ളികളും ചർച്ചുകളുമാണ് അമ്പലങ്ങളെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നത്, അമ്പലങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് എന്നാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുസ്ലിം പള്ളി എന്നാണ്. കനീസത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്ത്യൻ പള്ളി അഥവാ ചർച്ചുകൾക്കാണ് കനീസത്ത് എന്ന് പറയുന്നത്. ആനക്ക എന്ന് പറഞ്ഞാൽ ഹഗ് ചെയ്യുക, ആലിംഗനം ചെയ്യുക എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് തൊട്ടൊരുമ്മി നിൽക്കുക എന്നാണ്. ഹൈക്കൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അമ്പലങ്ങൾ. അപ്പോൾ കേരളമേ നിൻ്റെ മണ്ണിൽ എത്രയെത്ര പള്ളികളും ചർച്ചുകളുമാണ് അമ്പലങ്ങളെ തൊട്ടുരുമ്മി നിൽക്കുന്നത്, അമ്പലങ്ങളെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് എന്നാണ് കവി ഈ വരിയിലൂടെ പറയുന്നത്. ഇനി ഫസ്സാക്കിനൂക്കി, കേരളമേ നിന്നിലുള്ള താമസക്കാർ അഥവാ നിൻ്റെ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ. സാക്കിനി എന്നതിൻ്റെ ആണ് സാക്കിനൂന എന്നുള്ളത് അഥവാ താമസക്കാർ. അപ്പോൾ നിൻ്റെ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ തലാമുനി ബൈനഹും, പരസ്പരം ഐക്യമുള്ളവരാണ്. തലാമുൻ എന്ന് പറഞ്ഞാൽ ഐക്യം. അപ്പോൾ ഫസ്സാക്കിനൂക്കി, കേരളമേ നിൻ്റെ മണ്ണിൽ താമസിക്കുന്ന ആളുകൾ തലാമുനി ബൈനഹും, പരസ്പരം ഐക്യമുള്ളവരാണ്. മഹ്മാതബിൻ അദിയാനഹും, അവരുടെ മതങ്ങൾ എത്ര വ്യത്യാസമാണ് എങ്കിൽ പോലും അവർ പരസ്പരം ഐക്യമുള്ളവരാണ്. വദവുൽ വല, പരസ്പരം സഹായിക്കുന്നവരുമാണ്. ദീനി എന്നതിൻ്റെ ബഹുവചനമാണ് അദിയാൻ എന്നുള്ളത് അഥവാ മതം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെബിൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടുക, വല എന്ന് പറഞ്ഞാൽ സഹായം. അപ്പോൾ അവരുടെ മതം എത്ര വ്യത്യാസമാണ് എങ്കിലും അവർ പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്, അവർ പരസ്പരം ഐക്യമുള്ള ആളുകളാണ് എന്നാണ് കവിതയിലൂടെ പറയുന്നത്. ഫസ്സാക്കിനൂക്കി, കേരളമേ നിൻ്റെ മണ്ണിൽ താമസിക്കുന്ന ആളുകൾ തലാമുനി ബൈനഹും, പരസ്പരം ഐക്യമുള്ളവരാണ്. മഹ്മാതബിൻ അദിയാനഹും, അവരുടെ മതങ്ങൾ എത്ര വ്യത്യാസമാണ് എങ്കിലും അവർ പരസ്പരം ഐക്യമുള്ളവരാണ്. വദവുൽ വല, അവർ പരസ്പരം സഹായിക്കുന്ന ആളുകളുമാണ്. ഇനി ഖദ് സാദ ഖൈറുല്ലാഹി ഫീകി സിയാദതൻ ബൽ അൻതി ഖൈറുല്ലാഹി ശഅനുകി ഖദ് അലാ. ഖദ് സാദ, തീർച്ചയായും അധികരിച്ചിരിക്കുന്നു, ഖൈറുല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഫീക്കി, നിന്നിൽ, സിയാദത്തൻ, ഒരുപാട്. അപ്പോൾ കേരളമേ നിനക്ക് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ദൈവികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിച്ചിരിക്കുന്നു. ബൽ, എന്നല്ല, അൻതി, നീ തന്നെ, ഖൈറുല്ലാഹി, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഷഅനുക്കി, നിൻ്റെ കാര്യങ്ങളൊക്കെ ഖദ് അല, അത് മഹത്തരമായിരിക്കുന്നു, അത് ഉയർന്നിരിക്കുന്നു. അപ്പോൾ കേരളമേ നിനക്ക് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നല്ല, നീ തന്നെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്, നിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഉന്നതിയിലായിരിക്കുന്നു, വളരെ മഹത്തരമായിരിക്കുന്നു എന്നാണ് കവി ഈ വരിയിലൂടെ പറയുന്നത്. അല എന്ന വാക്കിൻ്റെ അർത്ഥം ഉയരുക, മഹത്തരമാവുക എന്നൊക്കെയാണ്. സാദ എന്ന് പറഞ്ഞാൽ അധികരിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സിയാദത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട്, ധാരാളം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്നാ ബനൂകി ബിനിഅ്മത്തിൻ മിൻ റബ്ബിനാ വലിദാക നഷ്കുറുഹു ശുക്റൻ അജ്സല. ഇന്ന, തീർച്ചയായും ഞങ്ങൾ അഥവാ കേരളക്കാർ, ബനൂക്കി, നിന്റെ മക്കളാകുന്നു, നിന്റെ സന്താനങ്ങളാകുന്നു, ബിനിഅ്മത്തിൻ മിൻ റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമെന്നോണം ഞങ്ങൾ നിന്റെ മക്കളാകുന്നു, നിന്റെ സന്താനങ്ങളാകുന്നു. ഫലിദാലിക, അതുകൊണ്ട് തന്നെ, നഷ്കുറുഹു, ഞങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുന്നു, ശുക്കൂറൻ അജ്സല, ഒരുപാട് നന്ദി ഞങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുന്നു. യാ കേരള നഹ്വാക്കി ഹുബ്ബൻ സാദിഖ കല്ലാമി സ്വദിയാനി യഹ്വൽ മൻഹല. യാ കേരള, ഓ കേരളമേ, നഹ്വാക്കി, ഞങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഹുബ്ബൻ സാദിഖൻ, സത്യസന്ധമായ സ്നേഹം. നഹ്വ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നൊക്കെയാണ്. സാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യാ കേരള, ഓ കേരളമേ, നഹ്വാക്കി, ഞങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഹുബ്ബൻ സാദിഖൻ, സത്യസന്ധമായ സ്നേഹം. ഏതുപോലെ കല്ലാമി സ്വദിയാനി, ലാമി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദാഹിച്ചു വലഞ്ഞവൻ എന്നാണ്. സ്വദിയാൻ എന്ന് പറഞ്ഞാലും അതുതന്നെയാണ് അർത്ഥം. അപ്പോൾ കല്ലാമി സ്വദിയാനി, ദാഹിച്ചു വലഞ്ഞവനെ പോലെ.
യഹ്വ അവൻ ആഗ്രഹിക്കുന്നു, അവൻ ഇഷ്ടപ്പെടുന്നു അൽ മൻഹല വെള്ളത്തിൻ്റെ ഉറവിടത്തെ. അപ്പോൾ ദാഹിച്ചു വലഞ്ഞവൻ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഉറവിടത്തെ അല്ലെങ്കിൽ വെള്ളത്തെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്? അതുപോലെ കേരളമേ, ഞങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് കവിതയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് ഈ 5 വരികളുടെയും അറബി വിശദീകരണം നോക്കാം. വഅൻതി കേരളമേ, നീ ഗനിയ്യത്തുൻ സമ്പന്നയാണ്, ബിൽ മആബിദിൽ മുഖ്തലിഫ വ്യത്യസ്തമായ ആരാധനാലയങ്ങളെ കൊണ്ട്. അഥവാ നിന്റെ മണ്ണിൽ വ്യത്യസ്തമായ മതങ്ങളുടെ ആരാധനാലയങ്ങളുണ്ട്. ക മസാജിദിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ പള്ളികൾ പോലെ, വ കനായിസിൻ നസ്വാറ ക്രിസ്ത്യാനികളുടെ ചർച്ചുകൾ പോലെ, വ ഹയാക്കിലിൽ ഹനാദിക്ക് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ പോലെ. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ആരാധനാലയങ്ങൾ നിന്റെ മണ്ണിലുണ്ട്, അതുകൊണ്ട് നീ സമ്പന്നയാണ്. വഹാദിഹിൽ മആബിദു കുല്ലുഹ ഈ ആരാധനാലയങ്ങളെല്ലാം തൂഹി അവ നൽകുന്നു റിസാലത്ത തസാമുഹി സഹിഷ്ണുതയുടെ സന്ദേശത്തെ, ബിഗൈരി അസബിയ്യത്തിൻ വതതറുഫിൻ ഒരു പക്ഷാധിപത്യമോ ഒരു ഭീകരസ്വരമോ ഒന്നും ഇല്ലാതെ എല്ലാം സഹിഷ്ണുതയുടെ സന്ദേശമാണ് നൽകുന്നത്. മഅബദ് എന്നതിൻ്റെ ബഹുവചനമാണ് മആബിദ് എന്നുള്ളത്, അഥവാ ആരാധനാലയങ്ങൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗനിയ്യത്ത് എന്ന് പറഞ്ഞാൽ സമ്പന്ന എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മസ്ജിദ് എന്നതിൻ്റെ ബഹുവചനമാണ് മസാജിദ്, അഥവാ മുസ്ലിം പള്ളികൾ. കനീസത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് കനായിസ് എന്നുള്ളത്, അഥവാ ക്രിസ്ത്യൻ ചർച്ചുകൾ. അൻ നസ്വാറ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്നാണ്. ഹൈക്കൽ എന്നതിൻ്റെ ബഹുവചനമാണ് ഹയാക്കിൽ എന്നുള്ളത്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അമ്പലങ്ങൾ എന്നാണ്. അൽ ഹനാദിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ സുഹൃത്തുക്കൾ എന്നാണ്. അത്തസാമു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹിഷ്ണുത, പരസ്പര വിട്ടുവീഴ്ച എന്നൊക്കെയാണ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ സന്ദേശം. അപ്പോൾ റിസാലത്തു തസാമു എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുടെ സന്ദേശം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അസബിയത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷാധിപത്യം, പക്ഷം ചേരൽ എന്നൊക്കെയാണ്. തത്തറുഫ് എന്ന് പറഞ്ഞാൽ ഭീകരത, ഭീകരസ്വരം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളമേ, നിന്റെ മണ്ണിൽ ഒരുപാട് മതങ്ങളുടെ വ്യത്യസ്തമായ ആരാധനാലയങ്ങളുണ്ട്. ആ ആരാധനാലയങ്ങളൊക്കെ പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര സഹിഷ്ണുതയുടെയും സന്ദേശമാണ് നൽകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് കവിതയിലെ 8ാമത്തെയും 9ാമത്തെയും വരികളുടെ ആശയം. ഇനി വാൻതി കേരളമേ, നീ സഈദത്തുൻ വിജയിച്ചവളാണ്, നീ ഭാഗ്യം സിദ്ധിച്ചവളാണ്. ബിഖൈരിൻ കസീരിൻ മിൻ നിഅമില്ലാഹി തആല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നുള്ള ഒരുപാട് നന്മകളെ കൊണ്ട് നീ ഭാഗ്യം സിദ്ധിച്ചവളാണ്, നീ വിജയം കൈവരിച്ചവളാണ്. വബിഹാദൽ ഖൈരി ഈ നന്മ കൊണ്ട് തന്നെയാണ് ഖദ് സുമ്മീത്തി നീ വിളിക്കപ്പെട്ടത്. വിലായത്ത് ഖൈരില്ല എന്ന പേരിൽ നീ വിളിക്കപ്പെട്ടത്. ഫഖൈറള പിന്നീട് കേരള എന്നും നീ വിളിക്കപ്പെട്ടത് ഇതുകൊണ്ട് തന്നെയാണ്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പണ്ട് അറബികൾ കേരളത്തെ ഖൈറുള്ള എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ പേര് ലോപിച്ചുകൊണ്ടാണ് പിന്നീട് കൈരള എന്ന് വന്നത് എന്നൊക്കെ. അപ്പോൾ ഇതാണ് കവി 10ാമത്തെ വരിയിലൂടെ പറയുന്നത്. ഇനി നഹ്നു ഞങ്ങൾ, അഥവാ അഹാലി കേരള ഞങ്ങൾ കേരളക്കാർ, നഷ്കുറുല്ലാഹ തആല ഞങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അലാ ഹാദിഹിൻ നിഅമിൽ വാസിയ അവൻ്റെ ഈ വിശാലമായ അനുഗ്രഹത്തിന് പകരമായി, അല്ലത്തി എങ്ങനെയുള്ള അനുഗ്രഹമാണ്, അൻഅമഹ അലാ ബിലാദിന ഞങ്ങളുടെ നാടിൻ്റെ മേൽ അഥവാ കേരളത്തിൻ്റെ മേൽ അവൻ ചൊരിഞ്ഞ, അവൻ അനുഗ്രഹിച്ച ഈ വിശാലമായ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞങ്ങൾ കേരളക്കാർ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഇതാണ് 11ാമത്തെ വരിയുടെ വിശദീകരണം. വനഹ്നു ഞങ്ങൾ അഥവാ കേരളക്കാർ, നുഹിബ്ബു ബിലാദന ഞങ്ങളുടെ നാടിനെ സ്നേഹിക്കുന്നു. മഹബ്ബത്തൻ ഖാലിസത്തൻ നിഷ്കളങ്കമായ സ്നേഹം, സത്യസന്ധമായ സ്നേഹം. ഏതുപോലെ കമാ യഷ്താഖുല്ലാമിയു ദാഹിച്ചു വലഞ്ഞവൻ ആഗ്രഹിക്കുന്നത് പോലെ, ഇലൽ മാ ഇസ്വാഫി തെളിഞ്ഞ വെള്ളത്തിലേക്ക് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളെ നാടിനെ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഞങ്ങളെ നാടിനെ സ്നേഹിക്കുന്നു.
ഇതാണ് അവസാനത്തെ വരിയുടെ വിശദീകരണം. ഇതോടെ നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ എക്സസൈസുകളാണ് പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.